കാലൊന്നും എടുത്ത് മാറ്റിയടാ. ഇതേ കടുപ്പവും മധുരവും കറക്റ്റ് ആണെന്ന് നോക്കട്ടെ. ഞാൻ ഈ അടുക്കള വഴി നടക്കാത്ത ആളായോണ്ടേ ഒരു ചായ കുടിക്കണമെന്ന് പറയുമ്പോ എന്ത് ചെയ്യും? ജെസ്സിയോ? അവളിന്ന് വൈകിട്ടേ വരുള്ളൂ. ഒരു കല്യാണത്തിന്റെ മേക്കപ്പ് ഉണ്ട്. എന്നാ പിന്നെ ഇത് വേണ്ടായിരുന്നല്ലോ. ആ പരിപാടി നിർത്തിവിടാ. അന്നത്തോടുകൂടി വീട്ടിലെ പരിപാടി നിർത്തി. ഇപ്പൊ ചായ കുടി കേൾക്കാലോ. പരീക കൊറേ നേരം അതിലിട്ട് നോക്കിയിരിക്കണം. ആ ചായ എടുത്ത് കുടിക്കലാ. അതേ ഞാനേ എന്താ നമ്മുടെ ആ വെളുത്താട്ടിലെ ഷെരീഫും ഇവരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളാ പോയി കണ്ടേക്കണത്. യാത്ര പോയിട്ടേ ഇത് നോക്കി നോക്ക്. നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളപ്പോ നോക്കി എന്താ ഭംഗി നോക്കി. അവന്മാരെ എല്ലാ വർഷവും പൈസ പിരിവിട്ടിട്ടുണ്ടല്ലോ. ആ പറമ്പിലിരിക്കുന്ന പിള്ളേരില്ലേ, അവരൊരു ടെമ്പോ ട്രാവലർ എടുത്തിട്ട് ഗ്യാസും ഫുഡും ഒക്കെ കയറ്റിട്ട് ഒരു പോക്കാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് അവന്മാര് തിരിച്ചു വരുള്ളൂ. എല്ലാ വർഷവും പോകും. എന്താ നമ്മള് മാത്രമുള്ള ഇവിടെ കിടന്ന് ഇങ്ങനെ കെട്ടി തിരിയണതേ. ആൾക്കാരൊക്കെ എവിടക്കൊക്കെ പോണില്ല. എങ്ങനെ പറ്റണെന്നാ ഞാൻ ആലോചിക്കുന്നത്. വേണമെന്ന് വിചാരിച്ചു നടക്കുന്നു. വിചാരിക്കണില്ലല്ലോ. കിടപ്പ് നോക്കി മഞ്ഞും പാറപ്പുറത്ത് കിടക്കണണ്ട. ഞാനൊക്കെ എവിടെ പോയെന്നറിയോ? നേരെ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ അറബിക്കടല്, കിഴക്കോട്ട് പോയാൽ തെമ്മല, തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ബാലരാമപുരം, നേരെ വടക്കോട്ട് പോയാൽ തൃശ്ശൂര്, അല്ലെങ്കിൽ പട്ടാമ്പി. നാടൻ പട്ടി കയറുകൊണ്ട പോലെയാണ്. പക്ഷെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിക്കണു. ഞാന് ഇവിടെ കോഴിക്കോട് പോയിട്ടുണ്ട്. കോഴിക്കോടാ? ഇവിടുത്തെ പിള്ളേർക്ക് അലുവ തിന്നോന്ന് തോന്നിയാ കോഴിക്കോട് പോയി മേടിച്ചു തിന്നണ കാലോട്. അങ്ങനെയുള്ള ഒരു അല്ല നമ്മളെ പോലുള്ളവരാ പറഞ്ഞത്. കോഴിക്കോട്ടേക്ക് എന്തിനാ പോയത്? കോഴിക്കോട് അവിടെ ഒരു മറ്റേ ഇവളുടെ റസിയുടെ ബന്ധത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. ഏടെ ചെക്കായി കല്യാണത്തിന് ഈ മരിച്ചോടത്തേക്കൊക്കെ പോവാ പറഞ്ഞാ അങ്ങോട്ട് പോവുക, അത് അതേപോലെ അങ്ങോട്ട് തിരിച്ചു വരിക. എന്ത് കാഴ്ച കാണും? കാഴ്ച കാണാനില്ല, പോയിണ്ട് പറയാ. നല്ല ദൂരത്തേക്കൊക്കെ പോയിണ്ട് പറയാൻ. കോഴിക്കോട് വന്നെ വലിയ ദൂരേ. നമ്മൾ പോണെങ്കിൽ ടൂറ് പ്ലാൻ ചെയ്തിട്ട് പോകണം. മനസ്സിലായി? ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടി അങ്ങോട്ട് പോകണം. എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോരണം. 3/4 ഇട്ട് ആ കടലിലൊക്കെ കിടന്നൊന്ന് മറിഞ്ഞ് 3/4 എന്താണ് അത്? ഈ മുട്ടുകാലിന്റെ കീപ്പോട്ട് ഇറക്കമുള്ള ഒരു ട്രൗസറിന്റെ പേരാണ്. മുറിപ്പേന്റ് അല്ല, ബെർമുഡ 3/4 എന്നൊക്കെ പറഞ്ഞു. മീൻ കച്ചവടക്കാർ ഇരുന്നല്ലേ, ഞാൻ തയ്ച്ചു കൊടുക്കണല്ലേ. ഈ ഗവി നല്ല സ്ഥലമുണ്ടല്ലോ. ശരിയാണ്. പിന്നെ സൂപ്പർ അല്ലേ? പത്തനംതിട്ടയിലാണ്. മറ്റാ സിനിമയിലല്ലേ? എന്താ ഗംഭീര സ്ഥലല്ലേ. അതുപോലെ കുട്ടിക്കാനം. കുട്ടിക്കാനം നല്ല തണുപ്പ്, മഞ്ഞ്, 2 ഇട്ടിട്ട് സൂപ്പറായിരിക്കും. ഈ വെയിലത്ത് എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? അതിരമ്പള്ളി പോയി മുങ്ങി അങ്ങോട്ട് കിടക്കണം വൈകുന്നേരം വരെ. ഒരേ ബിയറൊക്കെ അങ്ങോട്ട് വിട്ട് അടിപൊളി. അല്ല ഞാൻ പറഞ്ഞതേ, ഇതിപ്പോ നമുക്ക് ഇവിടുന്നൊക്കെ എങ്ങനെ പോവാൻ പറ്റും? ഇപ്പൊ റസിലുള്ളിടത്തോളം കാലം ഒരു വഴിക്ക് പോവാൻ പറ്റൂല. നടക്കണോ? പിന്നെ റസിയാനൊരു വിഷം വെച്ച് കൊന്നാ പോരെ? നമുക്ക് ഞാൻ റസിയോളത്തോളം കാലം പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പോകണ്ടേ? ഓളുള്ള കാരനാണ് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണത്. നമ്മൾ ഈ ഭാര്യമാരെയും പൊത്തിപ്പിടിച്ച് വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല. എങ്ങാണെങ്കിലും ഒക്കെ പോകണം. ഞാൻ പണ്ട് നല്ലോണം പോയിരുന്ന വെച്ചാൽ നമ്മുടെ കമ്പനിക്കാരെ കൂടിയൊക്കെ ഈ മുതല് തലയൊക്കെ കയറിയ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി അപ്പൊ തന്നെ ഒരു ഉള ചുരിദാറുണ്ട്, അതും കുടഞ്ഞു കൊടുത്തിട്ട് എവിടെ പോണു ഞാനതോടെ ആ പോക്കും നിർത്തി. ഇവിടെ ഇരുന്നാ കുഴപ്പമില്ല. അല്ല ഇതിപ്പോ നമ്മുടെ സ്ഥിതി എന്റെ കൂടെ വന്നില്ല വെച്ചെങ്കിലും എങ്ങടാ പോണു, എവിടക്കാ പോണു, എപ്പോഴാ വരും ഒക്കെ അറിയണേ. പിന്നെ എങ്ങനെയാണ് ഈ മൊബൈലും കൂടി വന്നപ്പോ തീർന്നു. നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? എവിടേക്കെങ്കിലും പോവന്നെ. എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാല് അല്ല, എവിടേക്ക് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ഒരു ദിവസമല്ല, ഒരു 2-3 ദിവസം നമുക്ക് എന്റെ ചെങ്ങായി. 3 ദിവസം? പിന്നെ 3 ദിവസം ഇല്ലാതെ എന്താ ടൂറ്? എന്താ അങ്ങനെ നടക്കണ ഒരു വീട്? ഞാൻ റെഡിയാണ്. ഞാനും റെഡിയാണ്. ഇവര് പേടിയാണ്. നമ്മുടെ ചെറായില്ലേ, ചെറായി ബീച്ച്, അവിടെ സായിപ്പും മിസ്സിമാരും വന്ന് കിടക്കണ കാണണം. പെറ്റ തള്ള സഹിക്കൂലാട്ടാ. അതെ, അവര് മറ്റേ 2 പീസൊക്കെ ഇട്ടിട്ടേ ഒരു അത് സൺബാത്ത് ഉണ്ട്, വെയിൽ കൊള്ളാൻ വേണ്ടി. ചെറായില് എറണാകുളത്ത് ഒരു ബീച്ചുണ്ട്, മനസ്സിലായ? അങ്ങനെയൊക്കെ കൊടുക്കുവോ? അങ്ങനെയൊക്കെ കിടക്കുവന്നാ. നമ്മ TV കാണുന്നവരല്ല, നമുക്ക് ചെന്ന് വക്കിനിരുന്ന് അവര് മൈൻഡ് ചെയ്യാനൊന്നുമില്ല. ജോസുട്ടേ, ഈ പോക്ക് എന്തായാലും നമുക്ക് അവിടെ പോകണം. ഇന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഇതൊന്ന് കണ്ടെത്തി. അത് ഞാൻ പറഞ്ഞു തരാം. അല്ല, നമുക്ക് ഡേറ്റും പോണ സ്ഥലവും ഞാൻ ഫിക്സ് ചെയ്തിട്ട് പറയാം.